കോഴിക്കോട്ടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇടവിട്ടിടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു. കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കക്കയം ഡാമിൻ്റെ 2 ഷട്ടറുകളും കാൽ അടി വീതം ഉയർത്തി. കൊയിലാണ്ടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുകയാണ്. മേഘ, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയുണ്ട്? മഴ കനത്ത് തന്നെ നിൽക്കുകയാണോ കോഴിക്കോട് ജില്ലയിൽ? സിജു, കോഴിക്കോട് ജില്ലയിൽ ഇടവിട്ടിടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ മഴ ഏത് രീതിയിലും പെയ്യാം എന്ന തരത്തിൽ തന്നെയാണ് കാലാവസ്ഥയുള്ളത്. നിലവിൽ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കക്കയം ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അധിക ജലം പുറന്തള്ളുകയാണ്. തീരെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബട്ട് റോഡിലെ ശാന്തിനഗർ കോളനിയിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നത് വലിയ കടൽക്ഷോഭമാണ്. നിരവധി വീടുകളാണ് അപകടാവസ്ഥ കഴിയുന്നത്. വലിയ ബണ്ടൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആളുകൾ വലിയ പേടിയോടെയാണ് ഇവിടെ കഴിയുന്നത്. നിരവധി വീടുകൾ എനിക്ക് പുറകിലെ നമുക്ക് കാണാം, ശക്തമായ തിരമാലയാണ് അടിച്ചു ഉയരുന്നത്. നിരവധി വീടുകൾ ഇവിടെയൊക്കെ തന്നെയും ഈ പ്രദേശത്ത് ഈ സൈഡിലൊക്കെ തന്നെയും ഉണ്ട്. നമുക്ക് ഇവിടെയുള്ള ഒരു പ്രദേശവാസിയോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് രാത്രി സമയങ്ങളിൽ ഭീതിയോടെയാണോ ഇവിടെ കഴിയുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, എങ്ങനെയാണ് തിരമാല ഇപ്പൊ തന്നെ വലിയ ശക്തിയിൽ അടിക്കുന്നുണ്ട്? രാത്രി സമയങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴൊക്കെ കുറവാണ്. ഇന്നലെ മുന്നാളൊക്കെ ഭയങ്കര തിരയാണ്, വലിയ തിരയാണ്. വന്നിട്ട് ഇവിടെ വെള്ളം മുകളിലൊക്കെ ഇങ്ങനെ അടിച്ച് കയറും. വീടിന്റെ അകത്തേക്ക് വെള്ളം എത്തും, അല്ലെങ്കിൽ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടുള്ളത് വെള്ളം കൊണ്ട് ഉള്ളിലേക്ക് കയറാതെ ഫ്രണ്ടിൽ ഷീറ്റ് ഉള്ളത് അടിച്ച് ഈ കൂടെ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരും. ഇത് ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോണതാണ്. ഉള്ളിലേക്ക് വരാതെക്കണ്ട കൊണ്ട് ഷീറ്റ് ഇട്ടിച്ചില്ല ഞങ്ങൾ. വെള്ളം അടിച്ച് ഉള്ളിൽ കയറി, ഇതിന്റെ മുന്നേ വെള്ളം അടിച്ച് ഉള്ളിൽ കയറി കുറേ സാധനങ്ങൾ നഷ്ടമായിരിക്കണം. ഈ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ രാത്രി സമയത്തൊന്നും? ഉറങ്ങാൻ കഴിയില്ല. ഇതടിച്ചിങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഓരോ ടൈം ഇറങ്ങി പുറത്തേക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കല്ല് കുറച്ചും കൂടെ ഉയരത്തിൽ ഈ കല്ല് നമുക്കൊന്ന് ചെറുങ്ങനെ നീക്കിയിടാം. നമ്മൾ ഈ കല്ലിടുമ്പോഴേ പറഞ്ഞാണ് ഏകദേശം നീക്കിയിടണം. അപ്പൊ നീക്കിയിടുന്നില്ല, ഈ കല്ല് തിര വന്നിട്ട് ഈ കല്ലിൽ അടിച്ചിട്ട് വീടിനുള്ളിൽ കയറുന്ന വെള്ളം. എന്നിട്ട് സീറ്റ് ഇട്ടത്, ഈ നീല സീറ്റ് ഞാൻ ഈ വെള്ളം കയറുന്നുണ്ട് ഇട്ടതാണ്. അപ്പുറത്തൊക്കെ നിരവധി വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം ആ വീട്ടിൽ കയറുന്നുണ്ട്. ഈ കല്ല് ലേശം നീക്കിയിടണം പറഞ്ഞതാ. അപ്പുറത്ത് പട്ടോട് ബീച്ചാണ്, അതൊക്കെ 2-3 കൊല്ലം കയറി വെള്ളം കയറിയതാ. എന്നിട്ട് അവിടെ JCB ഒക്കെ വെച്ചിട്ട് കുഴി തോണ്ടിയിട്ടില്ല, ആയത്തിൽ കല്ല് വെച്ചിരിക്കുന്നത് ഇറ്റാച്ച് തോണ്ടിട്ട്. ഇപ്പൊ നമ്മള് അതിന്റെ ലെവലിൽ കുറച്ച് കല്ല് കൊണ്ടുവരണം. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കഴിഞ്ഞ കൊല്ലം ഇട്ട കല്ല ഫുള്ള് ചെറിയ മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. ഈ മഴ കനക്കുമ്പോ ആ സമയത്ത് തന്നെ ശക്തമായ കടൽക്ഷോഭം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല തിരടിക്കൂല. ഈ കല്ല് ചെറിയ കല്ലിട്ടുകൊണ്ട് ഒരു തിരക്ക് നിൽക്കൂല. വലിയ ബോളറൊക്കെ കൊണ്ട് ഇട്ടാൽ മാത്രമേ നിൽക്കുള്ളൂ. പിന്നെ അവിടെ മറ്റേ കോന്നാട് ബീച്ചിലും അവിടെ ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ വലിയ ബോളർ ഇട്ടേക്കുന്നത്. പട്ടോട് സൈഡും ബോളർ ഇട്ടേക്കുന്നത്. ഇവിടെ മാത്രമാണ് ചെറിയ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഉയരത്തിലിടണമെന്നാണ് ഹൈറ്റിലാക്കണം. ചെറിയ മെറ്റലിടരുത്, വലിയ കല്ല് കൊണ്ടു ഇടണം. അന്നാളുടെ നമുക്ക് ഇത് കിട്ടുള്ളൂ. സിജു, അതായത് ഈ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന അവരുടെ ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. കാരണം ഈ കടൽ ഭിത്തി കുറച്ചും കൂടി ഉയരത്തിൽ കെട്ടണം എന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. 1ഉം 2ഉം വീടുകളല്ല, നിരവധി വീടുകൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ കഴിയുന്നുണ്ട്. ഏത് സമയവും വീട്ടിനുള്ളിലേക്ക് തിരമാല അടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉള്ളത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് വലിയ ആശങ്ക ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്കൊപ്പം തന്നെ മഴയ്ക്കിപ്പോൾ നേരിയ ശമനമുണ്ട്. പക്ഷേ വലിയ തരത്തിലുള്ള കടലാക്രമണമാണ് ഇപ്പോൾ പല മേഖലകളിലായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടിയിൽ മാത്രമാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. മലയോര മേഖലകളിലും മഴ ശക്തമാണ്.